ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലുതായിട്ടൊരു തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ, അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തകർച്ച ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. നമ്മൾ ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടും ഇമോഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ടും ഇടപെടേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിനും വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു വിദഗ്ധമായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ തേടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വിദഗ്ധമായിട്ടൊരു കാര്യം ഡോക്ടറോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അവർക്കും ഫീസും കൊടുക്കാറുണ്ടല്ലേ? അപ്പോൾ എന്നാൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന അഡ്വൈസുകൾ നമ്മൾ എടുക്കുകയും നമ്മളതിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നത്, അല്ലേ? ഈ പലപ്പോഴും നമ്മൾ എടുക്കാറുള്ള നമ്മുടെ വലിയ തുകകൾ അല്ലെങ്കിൽ നമ്മുടെ വലിയ എമൗണ്ടുകൾ പലപ്പോഴും നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് ചാനലൊക്കെ വഴി ഫ്രീ ആയിട്ട് കിട്ടുന്ന അഡ്വൈസ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് അല്ലാത്ത പല ആളുകൾ വഴിയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പണം നഷ്ടപ്പെടുത്തും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തിനാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത് എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത്? അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ നമ്മൾ ഫീസ് കൊടുക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ഷനാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്താണ് അത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് പ്രൈസിന് വാങ്ങിക്കണം, ഏത് പ്രൈസിന് വിൽക്കണം. അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഇരുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, ഏത് പ്രൈസിന് വാങ്ങിക്കണം, ഏത് പ്രൈസിന് വിൽക്കണം, ഇതാണ് നമ്മൾ ഫീസ് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പലതരം പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് പല പ്രാവശ്യം ഒത്തുനോക്കി മാത്രം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ് ആ കമ്പനിയുടെ ബിസിനസ്, ഇപ്പോൾ അതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി എന്താണ്, പ്രൊമോട്ടേഴ്സിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, അവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തോരമുണ്ട്, ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്തോരമുണ്ട്, അതിന് എന്തോരം ഡെറ്റ് ഉണ്ട്, അതിൽ കടം എന്തോരമുണ്ട്, പിന്നെ അതിലൊരു ഏണിങ്സിൻ്റെ ഗ്രോത്ത് എത്രമാത്രം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ സൂക്ഷിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്റ്റോക്ക് സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ നടത്തുന്നത് പലപ്പോഴും ഒരു 3 മുതൽ 9 മാസം വരെ എടുത്ത് അതിൻ്റെ വിദഗ്ധമായിട്ടുള്ള പഠനത്തിന് ശേഷമാണ്. പല ക്വാർട്ടറുകളുടെ റിസൾട്ടുകൾ നോക്കി ബാലൻസ് ഷീറ്റുകൾ വായിച്ച് മനസ്സിലാക്കി. ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു 400, 500, 600 പേജൊക്കെയുള്ള ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി പിന്നെ ഇതുമായിട്ടുള്ള ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഫോളോ ചെയ്ത് അതിൻ്റെയൊക്കെ സിഗ്നലുകളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ സെലക്ട് ചെയ്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. കാരണം മാർക്കറ്റ് താഴേക്ക് പോയാലും എത്ര ക്രാഷ് ചെയ്താലും നമുക്ക് പേടിക്കാതിരിക്കാൻ പറ്റും. കാരണം അത് തിരിച്ചു വരും എന്നുള്ളൊരു സ്ട്രോങ് കൺവിക്ഷൻ നമുക്കുണ്ടാകും. ഈ പ്രോസസ്സ് വഴിയാണ് നിങ്ങളൊരു സ്റ്റോക്ക് സെലക്ഷൻ നടത്തുന്നതെങ്കിൽ. കാരണം എന്താണ്, ഫ്രീ അഡ്വൈസിലാണ് നിങ്ങളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടില്ല. കാരണം അവർ ഈ സ്റ്റോക്കിനെ പറ്റി എന്തൊക്കെ ചെക്ക് ചെയ്തൊന്നും നിങ്ങൾക്ക് അറിയില്ല. കാരണം അപ്പോൾ ആ സ്റ്റോക്കിലുള്ള കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പോൾ ഒരു എക്സ്പെർട്ടിനെ സമീപിച്ചിട്ട് അയാളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസും നിങ്ങളൊരു എക്സ്പെർട്ടിനല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസും തമ്മിലുള്ള ഈ കോൺഫിഡൻസ് ലെവൽ രണ്ടും രണ്ട് രീതിയിലായിരിക്കും. ഈ കോൺഫിഡൻസ് ആണ് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിങ്ങളെ വിൽക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഫ്രീ ആയിട്ട് കിട്ടിയ അഡ്വൈസിൽ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. കാരണം മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ വലിയ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു അഡ്വൈസർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇതാണ്. അതായത് സ്റ്റോക്ക് സെലക്ഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ, അതായത് ഒരു നല്ല സ്റ്റോക്ക് നമ്മൾ മേടിക്കണമെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, അത് ഏത് വിലയ്ക്ക് മേടിക്കണം, ഏത് വിലയ്ക്ക് വിൽക്കണം, ടൈമിംഗ്, ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ സ്റ്റോക്ക് സെലക്ഷൻ നടത്തി. സ്റ്റോക്ക് സെലക്ഷൻ നടത്തിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ഇതൊരു നല്ലൊരു ബാങ്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് നിങ്ങളോട് പറയുന്നതല്ല. നമ്മൾ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്.
അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സെലക്ഷൻ ഒക്കെ ആയിട്ട് നമ്മളൊരു ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തെന്ന് കരുതാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഏത് വിലയ്ക്ക് വാങ്ങിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഏത് വിലയ്ക്ക് മേടിച്ചാലും നിങ്ങൾക്ക് ലാഭം കിട്ടുമോ? ലാഭം കിട്ടില്ല. അപ്പോൾ പക്ഷേ പലരും ചെയ്യുന്നത് എന്താണ്, ടെക്നിക്കലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കി പ്രൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എത്രമാത്രം നല്ലതാണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളങ്ങനെ ഒരു രീതി നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. പക്ഷേ അത് കൂടാതെ നിങ്ങൾക്ക് ഈ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്, ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പ്രൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്, അതായത് നമ്മൾ ഈ ഫ്രീ അഡ്വൈസ് എന്ന് പറയുന്നത്, അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി മേടിക്കും. ഈ പ്രൈസ് പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഉദാഹരണമാണ്. നമ്മൾ പലപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കും, നമുക്ക് ചെറിയ ലാഭം കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഏത് വിലയ്ക്കും, അതായത് വിലയുടെ വാല്യുവേഷനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൻ്റെ ആപ്റ്റായിട്ടുള്ള പ്രൈസാണോ നമ്മളൊന്നും ചെക്ക് ചെയ്യുകയൊന്നും ചെയ്യാതെ നമ്മൾ വലിയ വലിയ തുകകൾ നമ്മൾ പിന്നെ മേടിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് പലപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സിന് ഒരു അബദ്ധം സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടാമതും മൂന്നാമതും മേടിക്കുന്ന വിലയൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസിങ് ആയിരിക്കില്ല. അപ്പോൾ ഇതിനൊരു വളരെ ഫോർമലായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വാല്യുവേഷൻ മെത്തേഡുകളും ഒരു ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേഷൻ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന അഡ്വൈസുകളിൽ ഈ പറഞ്ഞ വില കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഒരു പ്രൈസ് ബാൻഡ്, ഒരു പ്രൈസ് ഗ്യാപ്പ്, ഏത് വിലയ്ക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം എന്നുള്ള ഒരു നമുക്കൊരു അഡ്വൈസ് കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇതൊരു എക്സ്പേർട്ടിൻ്റെ കൂടെയാണെങ്കിലോ, അപ്പോൾ അയാൾക്ക് ശരിക്കും അതായത് ഈ ഷെയറിൻ്റെ പ്രൈസിൽ പലപ്പോഴും അതായത് ഏത് വിലയിലാണ് നിങ്ങൾ മേടിക്കുന്നതിൽ പലപ്പോഴും കോൺഫിഡൻസ് തരാനായിട്ട് ഈ പറഞ്ഞ എക്സ്പേർട്ടിന് ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ അതായത് മാർക്കറ്റ് പ്രൈസും അതുപോലെ ഈ സ്റ്റോക്ക് സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, ഏത് പ്രൈസിന് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഏത് സമയത്തും ഇപ്പോൾ നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് നിൽക്കാനും പറ്റും. ഇപ്പോൾ ഏത് സമയത്തും, അത് മാത്രമല്ല ഇപ്പോൾ ഏത് സമയത്തും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ, ഒരു റിയൽ ടൈം കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് എപ്പോഴും നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടൊരു അഡ്വൈസർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ അറിയാത്ത മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗൈഡ്, നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഗൈഡിനെ കൂട്ടിന് കൊണ്ടുപോകും. എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് തരാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു അസുഖം വരുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ അഡ്വൈസർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പല അപകടങ്ങളിലും വലിയ നഷ്ടങ്ങളിലും എന്ത് ചെയ്യും, നിങ്ങൾ ചെന്ന് പെടില്ല. അപ്പോൾ വലിയ ഈ പറഞ്ഞ സ്കാമുകളിലും അതൊക്കെ വലിയ സ്കാമുകളൊക്കെ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. അതായത് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്ത് നിങ്ങളെ ടെംപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പൈസ മേടിച്ചെടുക്കുക. പക്ഷെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെംപ്റ്റേഷൻസും നിങ്ങളുടെ ഇപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ പറയുമ്പോൾ ഒരു എക്സ്പെർട്ടിന് അത് മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടേം ജേണിയാണ്. അതല്ല ഒരു താൽക്കാലികമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ നിങ്ങളുടെ സമ്പത്ത് വളർത്താൻ, അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു ചെറിയ ആ ഫീസിന് സാധിക്കും. അപ്പോൾ ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് നിങ്ങളൊരു പ്രൊഫഷണലിനെ എപ്പോഴും കൂടെ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രീ ആയിട്ട് അഡ്വൈസ് എടുത്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തണോ അതോ ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി ഏറ്റവും സമാധാനവും സന്തോഷമുള്ളതാക്കണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഏത് സഹായത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.